മറിച്ച് മരണാനന്തരമുള്ള യഥാർത്ഥത്തിലുള്ള മോചനമാണ്. ഇത്തരത്തിലുള്ള ഒരു മോചനത്തിന്റെ പാത കാണിച്ചു തരുവാൻ പ്രസിഡന്റുമാർക്കോ പ്രധാനമന്ത്രിമാർക്കോ ഭരണകൂടങ്ങൾക്കോ ന്യായാധിപർക്കോ നിയമജ്ഞർക്കോ ഏകാധിപത്യ ജനാധിപത്യ ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനങ്ങൾക്കോ കഴിയില്ല. കാരണം കാഴ്ചക്കും കേൾവിക്കും ചിന്താശക്തിക്കും പരിമിതിയുള്ള, ഭാവിയും ഭൂതവും അദൃശ്യവും അറിയാത്ത മനുഷ്യരാണത്. അവർക്കതുകൊണ്ടൊരിക്കലും ഈ പാത നമുക്ക് കാണിച്ചു തരുവാൻ സാധ്യമല്ല. ഒരു വ്യക്തിയുടെ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മറിച്ച് ആ വ്യക്തി ജീവിക്കുന്ന ഭൂമിയുടെയും ആ ഭൂമിയിലെ പർവ്വതങ്ങളുടെയും സമതലങ്ങളുടെയും പുഴകളുടെയും സാഗരങ്ങളുടെയും അന്തരീക്ഷത്തിന്റെയും ജലത്തിന്റെയും അവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. ആ വ്യക്തി ജീവിക്കുന്ന കുടുംബത്തിന്റെയും അതുപോലെയുള്ള കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളുടെയും സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെയും രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെയും അവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭൂമിക്കപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെയും ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും എല്ലാം അവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. കാരണം ശാസ്ത്ര സാങ്കേതിക കഴിവുകൾ കൊണ്ട് പ്രപഞ്ചത്തെ പോലും മലിനമാക്കുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയും വ്യത്യസ്ത നൂറ്റാണ്ടുകളിലൂടെയും കടന്നുപോകുന്ന മനുഷ്യർക്കാകമാനമുള്ള മോചനത്തിന്റെ പാത കാണിച്ചു കൊടുക്കുവാൻ മനുഷ്യനാകില്ല. വ്യത്യസ്ത കാലഘട്ടങ്ങൾ പോയിട്ട് ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കാകമാനമുള്ള മോചനത്തിന്റെ പാത കാണിച്ചു കൊടുക്കുവാൻ മനുഷ്യർക്കാകില്ല. കാരണം മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ മനുഷ്യന് കഴിയില്ല. തൊഴിലാളി വർഗത്തിന്റെ വക്താവിന് തൊഴിലുടമകളുടെ അവകാശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കണമെന്നില്ല. അതുപോലെ സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാർക്ക് പുരുഷന്മാരുടെ വികാരങ്ങൾ മനസ്സിലാകണമെന്നില്ല. പുരുഷ മേധാവിത്വത്തിന്റെ വക്താക്കൾക്ക് സ്ത്രീകളുടെ അവകാശങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയണമെന്നില്ല. മനുഷ്യന് ചിലപ്പോൾ സന്തോഷം അനുഭവപ്പെടും, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ വിഷാദം, ചിലരോട് സ്നേഹം, ചിലരോട് വിരോധം, പ്രതികാര മനോഭാവം. അതുകൊണ്ട് തന്നെ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കാകമാനമുള്ള നിയമങ്ങൾ നൽകുവാനും മനുഷ്യന് സാധിക്കില്ല. അതിനുള്ള ഏക അവകാശവും കഴിവും പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്രഷ്ടാവിനെ കഴിയുകയുള്ളൂ. യുവാവിന്റെയും വൃദ്ധന്റെയും സ്ത്രീയുടെയും പുരുഷന്റെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ധനികന്റെയും ദരിദ്രന്റെയും എല്ലാം വികാരങ്ങളും വിചാരങ്ങളും അറിയാവുന്ന സ്രഷ്ടാവിനെ കഴിയുകയുള്ളൂ. അവിടെയാണ് മാനവമോചനത്തിന് സ്രഷ്ടാവിന്റെ സന്ദേശം എന്ന ഈ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും. അപ്പോൾ മാനവമോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണാനന്തരമുള്ള മോചനമാണ് എങ്കിൽ ആ മാനവമോചനം സ്രഷ്ടാവിന്റെ സന്ദേശത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എങ്കിൽ ഏതാണ് ആ സ്രഷ്ടാവിന്റെ സന്ദേശം എന്ന് നാം അറിയേണ്ടതല്ലേ? 1400 വർഷങ്ങൾക്ക് മുൻപ് ഒരിരുണ്ട കാലഘട്ടം ലോകത്തുണ്ടായിരുന്നു. അന്ന് ചുറ്റുപാടും പൂട്ടിയ താഴുകളും അടഞ്ഞ കവാടങ്ങളുമായിരുന്നു. താഴിട്ട് പൂട്ടിയ മനുഷ്യചിന്ത അത് തുറക്കുന്നതിൽ ചിന്തകരും തത്വജ്ഞാനികളും പരാജയപ്പെട്ടു. അടഞ്ഞുകിടന്ന മനുഷ്യ മനസ്സുകൾ മാർഗനിർദ്ദേശകർക്കും ഉപദേശകർക്കും അത് തുറക്കുവാൻ കഴിഞ്ഞില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ട് ഉറങ്ങിക്കിടന്ന മനുഷ്യ ഹൃദയങ്ങൾ ചുറ്റുപാടുമുള്ള ദുരന്തങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും അവയെ ഉണർത്തുവാൻ സാധ്യമായില്ല. മരവിച്ചുപോയ പ്രതിഭകൾ അവയെ സചേതനമാക്കുന്നതിന് വിദ്യയും ശിക്ഷണവും സമൂഹവും പരിസ്ഥിതിയും പരാജയപ്പെട്ടു. വിദ്യാലയങ്ങളും പൂട്ടിക്കിടന്നു. അധ്യാപകർക്കോ ശിക്ഷകർക്കോ അത് തുറക്കുവാൻ കഴിഞ്ഞില്ല. നീതിപീഠങ്ങളും അടഞ്ഞുകിടന്നു. അന്യായക്കാർക്കോ പരാതിക്കാർക്കോ അത് തുറപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ധനികരുടെ ഖജനാവുകളും പൂട്ടിക്കിടന്നു. അനാഥകളുടെ നൊമ്പരങ്ങൾക്കും വിധവകളുടെ തേങ്ങലുകൾക്കും അവയെ തുറപ്പിക്കുവാൻ സാധ്യമായില്ല. താറുമാറായ കുടുംബ ബന്ധങ്ങൾ അത് വ്യവസ്ഥാപിതമാക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കളും ദുഷണശാലികളും പരാജയപ്പെട്ടു. ഭരണകർത്താക്കളുടെ കൊട്ടാര കൊത്തളങ്ങളും പൂട്ടിക്കിടന്നു. അധ്വാനിക്കുന്ന തൊഴിലാളിക്കോ വിയർപ്പൊഴുക്കുന്ന കർഷകനോ അത് തുറപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ആ പൂട്ടിയ താഴുകളും അടഞ്ഞ കവാടങ്ങളും അവർക്ക് തുറക്കുവാൻ കഴിയാതിരുന്നതെന്നറിയാമോ? അത് തുറക്കുവാൻ പറ്റിയ
താക്കോലുകൾ അവരുടെ കരങ്ങളിലില്ലായിരുന്നു. അങ്ങനെ മനുഷ്യനെ ഇതിൽ അഭയം തേടണമെന്നറിയാതെ ഏതോ കൂരിരുട്ടിലേക്ക് ആണ്ടുപോകുന്ന സന്ദർഭത്തിൽ നശ്വരങ്ങളായ മനുഷ്യർക്കിടയിൽ നിന്നും നിരക്ഷരനായൊരു മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും വിശുദ്ധ ഖുർആൻ എന്ന സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന താക്കോൽ ആ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്തു. ആ സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന ഖുർആൻ എന്ന താക്കോൽ കൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടഞ്ഞോരോ കവാടങ്ങളും പൂട്ടിയോരോ താടുകളും തുറന്നു. സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന ഖുർആൻ മനുഷ്യ മനസ്സെന്ന് താഴിലിട്ടപ്പോൾ പാപപങ്കിലമായ മനസ്സ്, പാപം വെറുക്കാത്ത, അസത്യത്തെ സഹിക്കാത്ത മനസ്സുകളായി തീർന്നു. എത്രത്തോളം എന്നാൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതീർണമായപ്പോൾ മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യവിൽപ്പന നടത്തില്ല എന്ന് മദ്യവ്യാപാരികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുവാനും ചുണ്ടോടടുപ്പിച്ച മദ്യത്തിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിക്കുക പോലും ചെയ്യില്ല എന്ന് മദ്യപാനികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിക്കുവാനും വ്യഭിചരിച്ച പുരുഷനെയും സ്ത്രീയെയും സമേതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തിക്കുകയും തൊഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ പോലും ഏറ്റുവാങ്ങിക്കുവാനും മദ്യപാനിയും സ്വാർത്ഥനും ക്രൂരനുമായിരുന്ന ഉമർ എന്ന സാധാരണക്കാരനെ ഹ്രസ്വമായൊരു കാലഘട്ടത്തിനുള്ളിൽ അമീറുൽ മുഅ്മിനീനാക്കിയ ഏറ്റവും മഹാനായ ഭരണാധികാരിയാക്കിയിട്ട് ആ ഭരണത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കുമ്പോഴും അഹങ്കരിക്കാതെ യൂഫ്രട്ടസിന്റെ തീരത്തൊരൊട്ടകം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിങ്കൽ ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടവനാണെന്ന രീതിയിൽ പരിവർത്തിപ്പിക്കുകയും ചെയ്ത വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ എന്ന സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന താക്കോൽ മനുഷ്യ ചിന്ത എന്ന താടിലിട്ടപ്പോൾ ഓരോ മുസ്ലിം വീടും ഓരോ മുസ്ലിം പള്ളിയും സർവകലാശാലകളായി മാറുകയും നിരക്ഷരതയുടെ ആഴങ്ങളിൽ വീണുകിടന്നൊരു സമൂഹത്തിന് വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുകയും ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ മഹാന്മാരായ ശാസ്ത്രജ്ഞരെ ലോകത്തിന് സംഭാവന ചെയ്യുവാനും മഹത്തരങ്ങളായ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിച്ചു. സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന താക്കോൽ പരസ്പരം പോരടിച്ചിരുന്ന സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും അതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന സ്വാർത്ഥത നിറഞ്ഞ ഹൃദയങ്ങളിലിട്ടപ്പോൾ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ അന്നത്തെ ലോകമഹാശക്തികളായ റോമിന്റെയും പേർഷ്യയുടെയും കൊട്ടാര കൊത്തളങ്ങൾ മലർക്കെ തുറന്നുകൊണ്ട് അവിടെ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഇസ്ലാമിക പതാകകൾ പാറിക്കുവാനും അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ നിന്ന് മോചിപ്പിക്കുവാനും സാധിച്ചു. തീർച്ചയായും ഇത് ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥമാണ്, യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട.